രക്ഷപ്പെടേണ്ട ശക്തികളാണ്. മറ്റേ കോൺഗ്രസിനെ ഒന്നും RSS ശത്രുവായിട്ട് കണക്കാക്കുന്നില്ല. അതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇസ്ലാം അത് വിദേശ മതമാണ്, അതിൻ്റെ ഉറവിടം വിദേശത്താണ്, അതുകൊണ്ട് ദേശീയമല്ല എന്ന് പറഞ്ഞിട്ട് എതിർപ്പ്. അത് നാനാപ്രകാരത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ് ഈ വഖഫ് ഭേദഗതി നിയമം. യഥാർത്ഥത്തിൽ മുനമ്പം വിഷയമുണ്ടായതപ്പ ഇപ്പം അടുത്തല്ലേ? എന്നാൽ കഴിഞ്ഞ രണ്ടാം മോദി ഗവൺമെൻറ് കാലത്ത് രാജ്യസഭയിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിരുന്നു. UP-യിലെ ഒരു BJP പാർലമെൻറ്റ് മെമ്പർ അയാൾ കൊണ്ടുവന്ന നിയമം 2022 വഖഫ് റദ്ദാക്കൽ നിയമമാണ്. കാരണം ഈ അന്യാധീനപ്പെട്ട ആയിരക്കണക്കിന് കോടി ഉറുപ്പിയുടെ സ്വത്തുകളുടെ രാജ്യത്തുടനീളം. ആ അന്യാധീനപ്പെട്ട് കൈവശപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ വഖഫ് സ്വത്ത് കൈയടക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 2022 വഖഫ് റദ്ദാക്കൽ ബില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു BJP അംഗം സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. ഇങ്ങനെയാണ് ആദ്യം സ്വകാര്യ ബില്ല് കൊണ്ടുവരിക, എന്നിട്ട് ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നു. ഔദ്യോഗികമായി കൊണ്ടുവന്നാൽ ഇപ്പോൾ പാസ്സാക്കി. ഇത് മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഇരിക്കട്ടെ, ഈ ഭേദഗതി നിയമപ്രകാരം മുനമ്പത്തെ കൃഷിക്കാർക്ക് അവരുടെ കൈവശ ഭൂമി സംരക്ഷിക്കാൻ കഴിയുമോ? അവിടെ BJPക്ക് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഉണ്ടായിരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ അല്ലേ? മൂപ്പരാടെ പോയി എന്നിട്ട് ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടുള്ള കൈവശ കൃഷിക്കാരോട് പറഞ്ഞു, ഞാൻ റെഡിയാക്കി തരാം. മനസ്സിലായി? ഞാൻ അതിൻ്റെ ആൾ. ആ എട്ടുകാലി മമ്മൂഞ്ഞി പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ പോലെ മൂപ്പരാടെ പോയിട്ട് 50 ആൾ BJP ചേർത്തു. ഞാനിവിടുത്തെ BJPക്കാരോട് ചോദിക്കുകയാണ്, ആ കൈവശ കൃഷിക്കാർക്ക് അവരുടെ ഭൂമിയുടെ മേലെയുള്ള സ്ഥിരാവകാശം ലഭിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാസ്സാക്കിയ നിയമപ്രകാരം വല്ലതും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ? സംസ്ഥാന ഗവൺമെൻറ്. നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ കൈവശക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നതാണ്. പക്ഷെ വഖഫ് ബോർഡിന്റെ നിലപാടെന്താണ്? ഇത് വഖഫ് ഭൂമിയാണ്. ഫാറൂഖ് കോളേജ് വഖഫ് ചെയ്യപ്പെട്ട ഈ ഭൂമിയുടെ കസ്റ്റോഡിയനായിട്ടാണ് അറിയപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വഖഫ് ഭൂമിയാണ്. പക്ഷേ ഈ വഖഫ് ഭൂമി എങ്ങനെയാണ് ഈ കൈവശക്കാരിടയ്ക്ക് എത്തിയത്? അവർ പറയുന്നത് ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. എങ്ങനെയാണ് വന്നത്? ഇത് മുനമ്പത്തെ മാത്രം വിഷയമല്ല, കേരളത്തിൽ പലയിടത്തും ഉണ്ട്. ആരാ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ വിശ്വാസപ്രകാരം അധികാരപ്പെട്ട ആളാരാ? മുതവല്ലി അല്ലേ? ആ മുതവല്ലിമാരിൽ ചിലർ പണത്തോടുള്ള അത്യാർത്തി കാരണം കൈവശം കൊടുത്തു, പിന്നെ സ്ഥിരമായിട്ട് അവർക്ക് അനുഭവിക്കാനുള്ള നിലയ്ക്ക് രേഖ ചെയ്തു കൊടുത്തു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്.